പ്രായമാവും തോറും നമുക്ക് സംഭവിക്കാൻ സാധ്യത നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഓർത്തോ അല്ലെങ്കിൽ മസിൽ, നമ്മുടെ പേശികൾക്ക് ബലം കുറയുക, നമ്മുടെ എല്ലുകൾക്ക് ബലം കുറയുക, വീണ് പോവുക, ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും. അതിനെന്തെങ്കിലും മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു ആഘാതം കുറച്ചുകൊണ്ടുവരാൻ പറ്റും? അതെ, അത് വളരെ പ്രധാനമായിട്ടും ഒരുപക്ഷെ മറ്റ് അസുഖങ്ങളെക്കാളും നമ്മൾ കണ്ടുവരുന്നൊരു പ്രധാന പ്രശ്നമാണ് പ്രായമായിട്ടുണ്ടാകുമ്പോൾ വീഴ്ചകൾ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പേശികൾക്ക് ബലക്കുറവുണ്ടാകുമ്പോൾ നമ്മൾ വീഴ്ചകൾ ഉണ്ടാകും. എല്ലുകൾക്ക് ബലക്കുറവുണ്ടാകുമ്പോൾ ആ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ എല്ലുകൾ പൊട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ഹൃദയാഘാതത്തേക്കാൾ കൂടുതൽ, ഒരു ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റ് ആൾ നീറ്റ് നടക്കും. പക്ഷെ ഒരു ഫ്രാക്ചർ സംഭവിക്കുന്നതോടുകൂടി ഒരു പക്ഷേ ആൾ പൂർണ്ണമായിട്ടും ബെഡ് ബൗണ്ട് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീഴ്ചകൾ വരാതിരിക്കുക എന്നുള്ളത് വളരെ മുൻകൂട്ടി തന്നെ നമുക്ക് തയ്യാറെടുക്കേണ്ട കാര്യങ്ങളാണ്. എല്ലുകളുടെ ബലവും പേശികളുടെ ബലവും നമ്മൾ നേരത്തെ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ കൃത്യമായിട്ടുള്ള ആഹാരക്രമങ്ങൾ, ഇപ്പോൾ നമ്മളൊരു പ്രായമാകുമ്പോൾ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ സ്വന്തമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വളരെ സമീകൃതമായിട്ടുള്ള ആഹാരം, കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് ഉറപ്പ് വരുത്തുക, വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പേശികൾക്ക് ബലം വെക്കാനുള്ള എക്സസൈസുകൾ, കേവലം നടത്തം എന്നതിലുപരി നമ്മുടെ പ്രത്യേകിച്ച് കാലുകൾ, ഒരുപക്ഷെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാലുകൾ വളരെ പ്രധാനമാണ്. കാലിൻ്റെ പേശികൾക്കുള്ള ബലം വെക്കാനുള്ള എക്സസൈസുകൾ കുറച്ചും കൂടെ മുൻഗണനയിൽ കൊടുക്കുക മറ്റ് എക്സസൈസുകളൊക്കെ.